ഒരു വോട്ട്, നീതിപൂർവമുള്ള സഹകരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സലഫികൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. ഏകദേശം ഈ നിലപാടാണ് മുസ്ലിങ്ങളൊക്കെയും സ്വീകരിച്ചു വരുന്നത്. അതിനെ പരിഹസിച്ചപ്പോൾ പിന്നീട് എന്തുണ്ടായി എന്നതാണ് നേരത്തെ നാം വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് വോട്ട് ചെയ്തപ്പോൾ, ഇപ്പോൾ കരുണാകരന് വോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അച്യുതാനന്ദന് വോട്ട് ചെയ്യുമ്പോൾ, ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഇബാദത്തെടുക്കുന്നില്ല, ആരാധിക്കുന്നില്ല. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. നീതിപൂർവമായ ഒരു സഹകരണം മാത്രമാണ്. നോക്കൂ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജൂതന്മാരുമായി കരാറുണ്ടാക്കി. ആരാണ് ജൂതന്മാർ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കള്. പക്ഷേ എന്താണ് കരാറുണ്ടാക്കാൻ കാരണം? മദീനക്ക് പുറത്തു നിന്നൊരു ബാഹ്യശക്തി മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ ജൂതന്മാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നാം വേറിട്ട് നിൽക്കുകയില്ല, നമ്മൾ ഒന്നിച്ചു നിന്ന് ആ ബാഹ്യശക്തിയെ തുരത്തും. അതായിരുന്നു കരാർ. ഈ കരാറിലാണ് പ്രവാചകൻ ഏർപ്പെട്ടത്. ഇതേപോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾ മറ്റുള്ളവരെന്ന് വേറിട്ട് നിൽക്കാതെ ഒന്നിച്ച് സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിച്ച് മുന്നോട്ട് പോകണം. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഒരു അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ സഹകരിക്കുന്നതും വോട്ടിങ്ങിലും മറ്റും ഇടപെടുന്നതും. ഏതുവരെ ഗവൺമെന്റ് ജോലി അത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വായിലേക്ക് ഇറക്കുന്ന ഭക്ഷണം താഹൂത്തിന്റെ ഭക്ഷണമല്ലേ എന്ന പഴയ ഉദ്ധരണി എത്ര മറച്ചു വെച്ചാലും നമുക്കത് ഇല്ലെന്ന് പറയാൻ സാധ്യമല്ലല്ലോ. എന്നാൽ ഇന്ന് ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കളിൽ പോലുമില്ല. എന്തുകൊണ്ട്? നിരന്തരമായ ബോധവൽക്കരണത്തിന്റെ ഫലമാണ്. പക്ഷേ ആ ബോധവൽക്കരണത്തിന്റെ ഫലമായി രേഖയിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ആ അടിസ്ഥാനപരമായ വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ശാഖാപരമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകും. കാരണം എന്താണെന്നറിയാമോ? നാം പറഞ്ഞല്ലോ, ഭരണം എന്നത് ഇസ്ലാമികമായ ഭരണം സ്ഥാപിക്കുക എന്നത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണോ, മുസ്ലിങ്ങളുടെ കടമയാണോ എന്നൊരു ചോദ്യം, ഉത്തരവാദിത്തമല്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്ത് നമുക്കതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്താണ്. ഫഉലൈക ഹുമുൽ ഫാസിഖീൻ. ഈ 55-ാമത്തെ ആയത്ത് എന്താണ് അവിടെ പറയുന്നത്? ഈ ആയത്ത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. പടച്ചോൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന്. എന്താണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി. നിങ്ങൾക്ക് ഭൂമിയിൽ നാം ഖിലാഫത്ത് നൽകുക തന്നെ ചെയ്യും, പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്ക് നാം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകുക തന്നെ ചെയ്യും. 3 കാര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനമായി പറയുന്നത്. 1, നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകും, പ്രാതിനിധ്യം നൽകും. 2, ദീനിന് നിലനിൽപ്പ് നൽകും. 3, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും. എന്ത് ചെയ്യണം ഇത് 3 കിട്ടാൻ? യഅബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് ഖിലാഫത്ത്, പ്രാതിനിധ്യം. അതിന്റെ കീഴിലാണല്ലോ അധികാരം, ഭരണമൊക്കെ വരുന്നത്. അപ്പോൾ ആ ഭരണം കിട്ടാൻ എന്ത് ചെയ്യണം?
ഭരണം കിട്ടാൻ ചെയ്യേണ്ടത് എന്താണ്? ആയത്തിന്റെ 3 കാര്യങ്ങൾ വാഗ്ദാനമായി പഠിപ്പിച്ച ശേഷം അത് ലഭിക്കുവാനുള്ള കണ്ടീഷൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? യഅബ്ദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം, ലാ യുശ്രികൂന ബി ശൈആ, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ പാലിച്ചാൽ ഖിലാഫത്ത് കിട്ടും. ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ അങ്ങാടിയിൽ വന്ന് പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു പോസ്റ്റ് ഓഫീസ് അനുവദിച്ചു തരാം, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. ഒരു വാഗ്ദാനം പറയുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടെ അനുവദിക്കണമെങ്കിൽ അത് ആവശ്യപ്പെടാൻ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണ്ടേ, നിങ്ങൾ എന്നെ MLA ആക്കണ്ടേ, നിങ്ങൾ എന്നെ MP ആക്കണ്ടേ? അതുകൊണ്ടൊരു വോട്ട്, കണ്ടീഷൻ ഒരു വോട്ടാണ്. ആ വോട്ടുകൾ ലഭിച്ചുകൊണ്ട് ഞാൻ ആ സ്ഥാനത്തെത്തട്ടെ, നിങ്ങൾക്കത് നിർവഹിച്ചു തരാം. ഒരാൾ വോട്ടൊന്നും ചെയ്തില്ല, അല്ലെ ഒരു നാട്ടുകാർ വോട്ടൊന്നും ചെയ്തില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി ഒരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കല്ലുകൾ കൊണ്ടുവന്ന് ചുമന്ന് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുന്നു. അവിടേക്ക് പാർസൽ വരുമോ? അതിന് അംഗീകാരം കിട്ടുമോ? ഇല്ല. കാരണം അത് അവർ ചെയ്യേണ്ട പണി ചെയ്യാതെ, അംഗീകാരത്തിന് വേണ്ടി കൊടുക്കാതെ നേരെ ഉണ്ടാക്കുക. ഇതേപോലെ നമ്മൾ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞ് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാൻ കല്ലും കമ്പിയുമായി പോവുകയല്ല വേണ്ടത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി അവന്റെ ഖിലാഫത്ത് അത് പല രൂപത്തിലാകാം, സ്വാധീനമാകുന്ന രൂപത്തിലാകാം, പ്രാതിനിധ്യമാകുന്ന രൂപത്തിലാകാം. അത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ കണ്ടീഷൻ നമ്മൾ പാലിച്ചാൽ നമുക്ക് ഖിലാഫത്ത് കിട്ടും. അതല്ലാതെ അപ്പോൾ ഭരണത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, തൗഹീദിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്, ശിർക്കിനെതിരെയാണ് നാം പ്രവർത്തിക്കേണ്ടത്. ആ ശിർക്കിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഭരണം കിട്ടാം, കിട്ടാതിരിക്കാം.